ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കോൺ സൂപ്പിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചിക്കൻ എല്ലോട് കൂടിയത് 250 ഗ്രാം, ബീൻസ്, സ്പ്രിംഗ് ഒനിയൻ, കോൺ, ക്യാരറ്റ്, കോൺഫ്ലവർ, ഉപ്പ്, മുട്ടയുടെ വെള്ള, കുരുമുളക് പൊടി, സോയാ സോസ്, ചില്ലി സോസ്, ചിക്കൻ വേവിക്കാൻ ആവശ്യമായ വെള്ളം. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. അതുപോലെ സോസുകൾ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ആദ്യം ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ ചിക്കൻ ചേർക്കുക. അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. നിങ്ങൾക്ക് എത്ര ചിക്കൻ സ്റ്റോക്ക് ആവശ്യമാണോ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. ആവശ്യമായ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി അടച്ച് വേവിക്കാൻ വെക്കുക. ഏകദേശം 20 മിനിറ്റ് വേവിക്കണം. ഈ സമയത്ത് നേരത്തെ എടുത്തു വെച്ച കോണിൽ നിന്ന് പകുതി ഒരു മിക്സി ജാറിലിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇതിനിടയിൽ ഇടയ്ക്ക് തുറന്നു നോക്കി ചിക്കൻ്റെ വേവ് നോക്കണം. വേവായാൽ ചിക്കൻ പീസ് ഓരോന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ബാക്കി വരുന്നത് ഒരു സ്റ്റെയിനറിൽ അരിച്ചെടുക്കാം. അങ്ങനെ ഈ വിധത്തിൽ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ പെട്ടെന്ന് സൂപ്പ് ഉണ്ടാക്കേണ്ട അവസരങ്ങളിൽ ചിക്കൻ ക്യൂബ്സ് വെച്ചും നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കാവുന്നതാണ്. എങ്കിലും ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ രുചിയും ഗുണവും. തുടർന്ന് അരിച്ചെടുത്ത ചിക്കൻ സ്റ്റോക്ക് അതേ പാത്രത്തിൽ ഒഴിക്കുക. അതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, കോൺ എന്നിവ ചേർക്കുക. കൂടാതെ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച കോൺ കൂടി ചേർക്കണം. ഞാനിവിടെ ഫ്രഷ് കോണാണ് യൂസ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രോസൺ കോൺ യൂസ് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കണം. തുടർന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെജിറ്റബിൾസ് ഓവർ കുക്കാവേണ്ടതില്ല, ചെറുതായി വാടി വന്നാൽ മതി. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി പതിയെ ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് നന്നായി ഇളക്കി കൊടുക്കുകയും വേണം. തുടർന്ന് ഉപ്പും എരിവും നോക്കണം. ആവശ്യമെങ്കിൽ ഈ സമയത്ത് ഉപ്പും കുരുമുളകും ചേർക്കാം. സ്പ്രിംഗ് ഒനിയനും ഫ്ലേവറിന് വേണ്ടി സോയ സോസും ചേർക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. തുടർന്ന് എഗ് വൈറ്റ് വളരെ സ്ലോ ആയി ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് തുടരെ ഇളക്കി കൊടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ എഗ്ഗ് കട്ട പിടിക്കാത്ത നേർത്ത പാട പോലെ കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ കോൺ സൂപ്പ് റെഡിയായി. ചൂടോടെ ഒരു ബൗളിലേക്ക് പകർന്ന് ചില്ലി സോസും ചേർത്ത് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയായ ഈ സൂപ്പ് എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കി നോക്കണം.